വെൽക്കം ബാക്ക് അനീസ് വേൾഡ്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്ത് ഡേ ആണെന്ന് ഞാൻ വഴിയിൽ പറയാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്, രാവിലെ തന്നെ പോവാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് വീട്ടിൽ പോകണമെങ്കിൽ. അപ്പോൾ എന്തിനാണ് വീട്ടിൽ പോകുന്നത്, എന്താണ് സ്പെഷ്യൽ ഡേ എന്നൊക്കെ ഞാൻ പുറകെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ റെഡിയാവില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ, ഉദയംപേരൂർ. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആൾക്കറിയില്ല ഞാൻ വരുന്ന കാര്യം എന്തായാലും. അപ്പോൾ നമ്മളിതാ കല്യാൺ സിൽക്സിൽ വന്നിട്ടാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോകണമെന്നൊക്കെയാണ്. അപ്പോൾ കല്യാൺ സിൽക്സ് ജസ്റ്റ് കയറിയിട്ട് ഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ മാർച്ച് 5-നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. മാർച്ച് 5-നായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഷർട്ടൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ജസ്റ്റ് ഒരു കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി നമ്മുടെ പനമ്പള്ളി നഗറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഡബ് ചെയ്യുന്നതൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. 2 ദിവസം ഡിലേ ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഷൂട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഡിലേ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചേട്ടൻ അവിടെ എന്തോ കുലുക്കി സർബത്തോ എന്തോ സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചത് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കുടിക്കുന്നത്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പൊതുവെ എനിക്ക് അങ്ങനത്തെ ഡ്രിങ്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കുടിച്ചില്ല. ബാക്കി എനിക്ക് ചേട്ടൻ തന്നെ കുടിച്ചു. അപ്പോൾ ഇത് നമ്മുടെ പനമ്പള്ളി നഗർ ക്രോസ് റോഡ് 2 അവിടെ സൈഡിലായിട്ട് വരുന്നൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അച്ഛൻ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. കാരണം അച്ഛൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നില്ലേ, 2 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ വരുന്നില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ കണ്ടപ്പോൾ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ ആൾക്കും. പിന്നെ നമ്മൾ തറവാട്ടിൽ വന്നപ്പോഴേക്കും നമ്മളെ 2 ചെറുക്കന്മാരവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്കും അറിയില്ലായിരുന്നു ഞാൻ വരുന്ന കാര്യമൊന്നും. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കത്തി വെച്ച് കളിച്ച് വിശേഷങ്ങളൊക്കെ വീട്ടിലെടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്തിയപ്പോൾ ഉച്ചയായി. അപ്പോൾ ഫുഡ് കഴിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇല്ല, അമ്മ ജോലിക്ക് പോയി. അപ്പോൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻ വറുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അച്ഛനും ഫുഡ് കൊടുക്കണം, എനിക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഡബ് പറയുന്നുണ്ടായിരുന്നു മീൻ വറുക്കാണെന്നൊക്കെ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ കയറി വന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിൽ ഞാൻ ഡബ് ചെയ്തത്. പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചതിന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അമ്മ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഗിഫ്റ്റ് ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ പാക്ക് ചെയ്യാം. അപ്പം അച്ഛനുള്ള ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ? ഇതെൻ്റെ ഗിഫ്റ്റല്ല കേട്ടോ, അമ്മയുടെ ഗിഫ്റ്റാണ്. അമ്മ വാങ്ങിച്ചു കൊടുത്താണ്. എൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിക്കാം. അപ്പം അച്ഛൻ്റെ ഫോൺ ഒത്തിരി പഴയ ഫോണാണ്, ടച്ചിൻ്റെ തന്നെയായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സ് 2020 എടുത്ത ഫോൺ, 2020 or 2019 എടുത്ത ഫോൺ. അപ്പോൾ ഏകദേശം ഒരു 5-6 വർഷമായിട്ടുള്ള ഫോണാണ്. ക്ലാരിറ്റിയൊക്കെ പോയി, ഫോണിൻ്റെയൊക്കെ മൊത്തത്തിൽ അതിൻ്റെ ഇതൊക്കെ പോയി. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു ഫോൺ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ബർത്ത്ഡേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഗിഫ്റ്റാണ് ഫോൺ. എൻ്റെ ഗിഫ്റ്റ് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്, അത് വൈകുന്നേരം കൊടുക്കാം. നമുക്ക് എന്തായാലും നമുക്ക് പാക്ക് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാം. ഞാനത് പാക്ക് ചെയ്യാൻ പോകാട്ടോ. അങ്ങനെ അച്ഛൻ കാണാതെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. കാരണം അച്ഛനെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു പോകുമല്ലോ. അച്ഛൻ വരില്ല, എന്നാലും വന്നാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മ തന്ന ആ ഗിഫ്റ്റൊക്കെ സംഭവമൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് ഓൾ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനറിയില്ല ഇതിനകത്ത് ഫോണാണെന്ന്, ഗിഫ്റ്റ് ഫോണാണെന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഇനി എന്തായാലും വൈകുന്നേരം കൊടുക്കുമ്പോൾ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. നമുക്ക് നോക്കാം.
ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദാ അവിടെ 2 ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ടു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം ഞാനത് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. കറക്റ്റ് എനിക്കില്ലാത്തൊരു മോഡലായിരുന്നു, ഫ്രോക്ക് ടൈപ്പം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാവയുടെ അടുത്ത് പോയിട്ടോ. വേറെ ആരുമല്ല, ഇതെൻ്റെ ചേട്ടൻ്റെ കൊച്ചാണ്. ഇവർ ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡ് വീട്ടിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വീട്ടിൽ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതായത് മൂത്ത ആളാണ് കേട്ടോ മഞ്ചാടി, മറ്റേ രണ്ടാമത്തെ ആൾ. അപ്പോൾ ഞങ്ങളിതായ 2 പിള്ളേരുടെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അതാണ് അണ്ണനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും. അപ്പോൾ അബദ്ധത്തിൽ വന്നു പോയതാണ് കേട്ടോ. ഈ വീഡിയോ അണ്ണൻ കാണുകയാണെങ്കിൽ അണ്ണൻ ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ ആ 2 പേരും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പസിൽസൊക്കെ വെച്ചിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്തൊക്കെയോ വീഡിയോയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ ഡബ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവേനെ എടുത്തിട്ട് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫേസ് കാണിക്കരുത് കേട്ടോടി എന്നൊക്കെ. പക്ഷെ ഞാൻ നൈസായിട്ട് ചേച്ചിയുടെ കാണിക്കാൻ വിചാരിച്ചല്ല, അവിടെ ചേച്ചിയുടെ ഫേസ് വന്നു പോയതാണ്. പിന്നെ ഞങ്ങളിതാ കുറേ നേരം ഞാനവിടെ ഇരുന്നു കേട്ടോ ചേച്ചിയുടെ കൊച്ചിൻ്റെ അടുത്ത്. അവരായിട്ടിരുന്ന് കുറേ കളിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ സമയം അവിടെ ഇരുന്നു. കാരണം അവർ വല്ലപ്പോഴും ആണല്ലോ നമുക്ക് കിട്ടുന്നത് നാട്ടിൽ വരുമ്പോഴേക്കും. അപ്പോൾ പിള്ളേരുടെ അടുത്തിരുന്ന് കുറേ സമയം കളിക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. അവളവിടെ നിന്നിട്ട് കുറേ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും വീഡിയോയിൽ കാണിക്കാൻ ചിറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പസിൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അവനെ എടുത്തിട്ട് കുറച്ച് നേരം നടക്കും കേട്ടോ. അവന് കുറേ സമയം ഇരിക്കണമെന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ആൾക്ക് ഇങ്ങനെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് നടന്നുകൊണ്ടൊക്കെ ഇരിക്കണമാണ് ഇഷ്ടം. അപ്പോൾ അവനങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്ന് മതിയായപ്പോഴേക്കും ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മഞ്ചാടിയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. മുടിയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മഞ്ചാടി ഞാൻ മുടി കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കാണ് കൊച്ചൊന്ന് വന്നിരുന്ന് സെറ്റായതും. ഈ മുടി കെട്ടാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആൾക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് പതുക്കെ ഇങ്ങനെ ഒരു മയത്തിലൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വന്നിങ്ങനെ ഇരുന്നത്. മുടി കെട്ടുമ്പോൾ തന്നെ അവൾ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് വേദന എടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാവരും പിള്ളേരും അങ്ങനെയാണല്ലേ, അവർക്ക് മുടി കെട്ടാനായിട്ട് അവർക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ അണിഞ്ഞൊരുങ്ങിയിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നല്ല രീതിയിലൊക്കെ മുടിയൊക്കെ കെട്ടി കുട്ടപ്പയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പേരും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ അവൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു കേട്ടോ. അവൾ അവിടെ നിന്ന് കളിക്കുമ്പോഴേക്കും അവൻ വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു കേട്ടോ. അവളുടെ കളിപ്പാട്ടങ്ങളെടുക്കുന്നു, അവളുടെ സാധനങ്ങളെടുക്കുന്നു, മൊത്തത്തിൽ അവൾ ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് പോകുന്നില്ല, തല്ലിയിരിക്കാതെ മാറി നിന്ന് കളിക്കുമായിരുന്നു. 2 കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര തല്ലുപിടുത്താണ്, എന്നാൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് കയറി അവളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാനെടുത്ത് മാറ്റി, ഞാനും ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് കുഞ്ഞാപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആളുടെ പേര് സിദ്ധു എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ഞങ്ങൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് കുഞ്ഞാവേ, കുഞ്ഞാപ്പൂ, സിദ്ധു എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഒത്തിരി നേരമായി അകത്തിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് അവനെയും കൊണ്ട് പുറത്തോട്ടിറങ്ങി. മഞ്ചാടിയുണ്ട്. അപ്പോൾ അവളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മടുത്ത് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്ത് ചേച്ചിയമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവർ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ അങ്ങോട്ട് തനുവും തമ്പും ഉണ്ടായിരുന്നു. മഞ്ചാടിയും കൂടി വന്നപ്പോൾ പിന്നെ തീർന്നു, പറയേ വേണ്ട. 3 കൂടി ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചതാ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നികിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിച്ചനും തറവാട്ടിലെ കൊച്ചിച്ചനും ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. കൊച്ചിച്ചൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൊച്ചിച്ചനും നിഖിലൊക്കെ കൂടി അങ്ങനെ അവർ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അകത്ത് അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ കാര്യങ്ങളായി. പിന്നെ അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രവൺ അവൻ്റെ ബാറ്റും ബോളൊക്കെ കൊണ്ടുവന്നു. അവന് നിഖിലിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിഖിലിനെ അല്ലാന്നാണ് വിളിക്കുന്നത്, അളിയാന്ന് വിളിക്കുന്നത് അല്ലാന്നാണ്. അപ്പോൾ നിഖിലിന് ഭയങ്കര കാര്യം. അപ്പോൾ നിഖിലിനെ വിളിച്ചുകൊണ്ട് വന്ന് കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ബോളും ബാറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിഖിലിൻ്റെ കൂടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ ക്രിക്കറ്റ്. നിഖിലിനെ കണ്ടാൽ പിന്നെ അവന് വേറെ ആരെയും വേണ്ട, വേറെ ആരെയും നമ്മൾ എൻ്റെ പോലും അവന് മൈൻഡ് ആക്കത്തില്ല. അവന് നിഖിലിനെ ഭയങ്കര കാര്യം, നിഖിലിനെ മതി. പിന്നെ നിഖിലാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുക, അവനെ എടുത്തുകൊണ്ട് നടക്കുക, ഇങ്ങനെ അവനിലാണ് മൊത്തം ഇവിടെ വന്നതിനെ എൻഗേജ്ഡ് മൊത്തം ആളും.
പിന്നെ നികിച്ചേട്ടൻ ദേ ബാറ്റും ബോളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഷൂട്ടാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നികിച്ചേട്ടനും കൂടി ജസ്റ്റ് ഒന്ന് ക്രിക്കറ്റ് കളിക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഇട്ട് ബോളിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നികിച്ചേട്ടൻ ബോളിട്ട് ഞാനാണ് ബോളിട്ട് കൊടുത്തത്. നികിച്ചേട്ടൻ ബാറ്റിട്ട് അടിക്കുമ്പോഴേക്കും എൻ്റെ മേത്തോട്ട് എൻ്റെ ഫേസിലേക്ക് എങ്ങാനും വീണാലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് ബോളടിക്കുമ്പോൾ മാറിയിരിക്കാം കേട്ടോ. പിന്നെ തിരിച്ച് ഞാനും ബാറ്റിങ്ങൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളിതാ കേക്കൊക്കെ മുറിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ദേ ശ്രവൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. വലിയ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായില്ല, കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 4 പേരും. പിന്നെ അപ്പുറത്ത് തറവാട്ടിൽ ചിറ്റയും കൊച്ചനും പിള്ളേരും, വേറെ ആരും ഉണ്ടായില്ല. പിന്നെ ഇതേ വലിയച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാത്രം ഒതുങ്ങുന്ന ഒരു കുഞ്ഞു കുട്ടി സെലിബ്രേഷനായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ആ കേക്കൊക്കെ മുറിച്ചു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കേക്ക് മുറിക്കുമെന്ന്. എല്ലാ അച്ഛൻ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഫുൾ സർപ്രൈസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ദേ അമ്മ കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ പാക്ക് ചെയ്ത ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു. അത് പറഞ്ഞപ്പോൾ അച്ഛൻ ഗെസ് ചെയ്തു ഫോണായിരിക്കും എന്നുള്ളത് കേട്ടോ. എന്താണെന്ന് ഞങ്ങളിങ്ങനെ ഗെസ് ചെയ്യാൻ പറഞ്ഞു അത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഫോണാണെന്ന് അച്ഛൻ ഗെസ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഷർട്ട് അച്ഛന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് അച്ഛൻ എന്താണെന്ന് ഗെസ് ചെയ്യും. അപ്പം അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു ഫോണായിരിക്കും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ദേ അച്ഛന് ഫോണൊക്കെ കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഫോൺ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛന് ഇഷ്ടപ്പെട്ടു സംഭവം, ഫോൺ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ ഗിഫ്റ്റും അച്ഛന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛൻ ഞങ്ങൾ ഷർട്ടാണ് എടുത്ത് കൊടുത്തത്. അപ്പോൾ അതും അച്ഛന് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെയാണല്ലോ ബർത്ത്ഡേക്ക് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഫോണാണ് ഗിഫ്റ്റ് എന്നൊക്കെ കൊടുത്തപ്പോൾ അച്ഛൻ പറയുകയാണ് നിങ്ങളിതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, എന്നിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, നിങ്ങളാൾ കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒരാൾക്ക് സർപ്രൈസ്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആദ്യം കുറച്ച് വിഷമിപ്പിച്ചിട്ട് പിന്നെ അതിന് നമുക്ക് സർപ്രൈസ് കൊടുക്കുന്നതിൽ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പം കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ടോ. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് ദേ നമ്മുടെ കുഞ്ഞി ശ്രവണും ശ്രേയസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരവിടെ നിന്നിട്ട് കേക്കൊക്കെ കഴിക്കുന്ന പരിപാടിയിലായിരുന്നു. പിന്നെ അപ്പുറത്ത് വലിയച്ഛനും കൊച്ചച്ഛനും നികിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവർ അന്ന് കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കളി കാണുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വർത്താനമൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഫുഡ് അച്ഛൻ ഓർഡർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതും അമ്മയും ഞങ്ങളെ കൂടി സർപ്രൈസായിട്ട് കുഴിമന്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കുഴിമന്തി. പക്ഷെ അച്ഛൻ അങ്ങനെ ചെറിയ രീതിയിലൊന്ന് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും അച്ഛൻ്റെ ബർത്ത്ഡേ എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ആൾക്കൊരു സർപ്രൈസ് ആയിപ്പോയി. ഇതുവരെ ഇങ്ങനത്തെ ബർത്ത്ഡേ അച്ഛൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് വേൾഡ്.